നമസ്കാരം. നാളെ അതായത് 2025 ഡിസംബർ മാസം 20 1201 ധനുമാസം 5 ശനിയാഴ്ചയാണ് നാളെ. നാളത്തെ ദിവസം ഗ്രഹനിലയും ചില യോഗങ്ങളും വളരെയധികം അനുകൂലമായ ഫലങ്ങളെയാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് പ്രദാനം ചെയ്യുന്നത്. നാളെ പകൽ മുഴുവൻ പൂരാട നക്ഷത്രമാണ്. അമാവാസ്യ തിഥിയാണ് വരുന്നത്. നാളത്തെ ദിനം പിതൃപുണ്യത്തിന് ഏറെ ഉത്തമകരമായ ദിവസമാണ്. കൂടാതെ ശനിദോഷ നിവാരണത്തിന് അയ്യപ്പ സ്വാമിയെ ഹനുമാൻ സ്വാമിയും ഒക്കെ ഭജിക്കുന്നതിനും ഏറ്റവും ഗുണകരമായ ദിവസം കൂടിയാകുന്നു നാളെ പ്രധാനമായും ദൃശ്യമാകുന്നത് ഭാരതീയ ജ്യോതിഷ പ്രകാരം പറയുമ്പോൾ ഏറ്റവും ഉത്തമമായ യോഗങ്ങളിൽ ഒന്നായ ഗജകേസരി യോഗമാണ്. അപ്പോൾ നാളെ ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള ഈ ഒരു കേന്ദ്ര സ്ഥിതി കൊണ്ടാണ് ഗജകേസരി യോഗം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഗജം എന്നാൽ ആന, കേസരി ആരാണ്? സിംഹം. ആനകളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു സിംഹത്തെ പോലെ ഉന്നതമായ പദവിയും ഐശ്വര്യവും നൽകുന്ന ഒരു യോഗമാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യോഗം കൊണ്ടുള്ള ഗുണങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ശുഭകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധി വരെ, പൂർണ്ണമായിട്ടല്ല, ഒരു പരിധി വരെ ആശ്വാസം കണ്ടെത്താൻ സാധിക്കും. എതിർപ്പുകളെ അതിജീവിച്ച് മുന്നേറ്റം കണ്ടെത്തുവാൻ സാധിക്കും. പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾക്ക് ഏത് പഠനവുമാകാം. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ വലിയ പഠിത്തങ്ങൾ, അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ, അങ്ങനെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നാളത്തെ ദിവസം ശുഭകരമായ ഒരു ദിനമാണ്. നാളെ അമാവാസ്യ കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പിതൃക്കളെ സ്മരിക്കുന്നതും ബലിതർപ്പണം ഒക്കെ നടത്തുന്നതിനും പുണ്യമായ കാര്യമാണ്. അപ്പോൾ നാളെ ഇനി പറയാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അവർ ചെയ്യേണ്ട പരിഹാരം ആദ്യം തന്നെ പറഞ്ഞേക്കാം. അതായത് നാളെ ശനിയാഴ്ചയാണെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ ശാസ്താക്ഷേത്രത്തിലോ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ ഒന്ന് ദർശനം നടത്തുന്നത് ഉത്തമമാണ്. കൂടാതെ ജപിക്കേണ്ട മന്ത്രമുണ്ട്. ഓം നമോ നാരായണ എന്ന മന്ത്രമോ അതല്ലെങ്കിൽ സരസ്വതി മന്ത്രങ്ങളോ ജപിക്കുന്നത് ഈ ഗജകേസരി യോഗം നാളെ രൂപം കൊള്ളുന്നത് കൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് ഒരുപാട് സഹായിക്കും. കൂടാതെ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും പറയുന്നു, അന്നദാനം നടത്തുന്നത്, പാവപ്പെട്ട ആളുകൾക്ക് അന്നം കൊടുക്കുന്നതോ വസ്ത്രം ദാനം ചെയ്യുന്നതോ ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതിന് സഹായിക്കും. അപ്പോൾ നാളത്തെ ദിവസം ഇവിടെ ഗജകേസരി യോഗ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അവർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നാളത്തെ ദിവസം രൂപം കൊള്ളുന്ന ഗജകേസരി യോഗത്തിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന 5 നക്ഷത്രക്കാരാണുള്ളത്. അതിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അശ്വതിയാണ്. കുറെ നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്ന മനക്ലേശങ്ങൾക്ക്, അതായത് മനക്ലേശങ്ങൾ കൂടാതെ അനാവശ്യ ഭയങ്ങളുണ്ട് മനസ്സിൽ. ഒരുപാട് ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളാകാം. അങ്ങനെയുള്ള അനാവശ്യ എല്ലാവിധ ഭയങ്ങൾക്കും ശമനം ലഭിക്കുന്ന ഒരു സമയം, ഒരു ദിവസമായിരിക്കും നാളെ അശ്വതി നക്ഷത്രക്കാർക്ക്. മനസ്സിൽ ഒരു പുതിയ വെളിച്ചം ഉദിക്കുന്നതിനുള്ള ഭാഗ്യവും ഗജകേസരി യോഗം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. മുടങ്ങിക്കിടന്ന പണമോ അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായി വരാനിരിക്കുന്ന ലാഭങ്ങളോ ഒക്കെ കൈവന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ. അപ്പോൾ ധനഭാഗ്യത്തിനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിനും പറ്റിയ ഒരു സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണൽ ചടങ്ങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കുന്നതിന് കുഴപ്പമില്ല. അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലം ഉണ്ടാകും. വീട്ടിൽ മുതിർന്നവരുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ അതല്ലെങ്കിൽ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുവാനോ ഒക്കെ സാധ്യമാകുന്ന ഭാഗ്യം അനുകൂലമായി വരുന്ന ദിവസമാണ്. ജോലി സ്ഥലത്തോ അതേപോലെ ബിസിനസ്സിലോ ഒക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നാളത്തെ ദിവസം അംഗീകാരമൊക്കെ ലഭിക്കുവാൻ ഭാഗ്യം കാണുന്നുണ്ട്. ശത്രുക്കളുടെ ശല്യം കുറയുകയും നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർ കൂടുതൽ ഊന്നൽ അല്ലെങ്കിൽ കൂടുതൽ വില നൽകുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർക്ക് ഒരു വലിയ ആശ്വാസം ലഭിക്കുന്ന ദിവസം കൂടിയായിരിക്കും നാളെ. അപ്പോൾ ഇവിടെ യോഗമുണ്ട് എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയല്ല വേണ്ടുന്നത്. ഭാഗ്യം പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അത് സത്യം തന്നെ, ഒരു ദിവസമാണ്, സത്യം തന്നെ. എങ്കിലും ആ ഒരു ഭാഗ്യത്തെ, ആ വാതിൽ തുറന്ന് അകത്തേക്ക് കടത്തേണ്ട ഒരു കടമ നമ്മൾക്കുണ്ട്. അല്ലാതെ നോക്കിയിരുന്നാൽ മാത്രം പോരാ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ കടമകൾ നമ്മൾ പൂർത്തിയാക്കി ചെയ്യുക. ആ കടമ ചെയ്യുന്നതിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കുക. രാവിലെ തന്നെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്ന ഉത്തമമാണ്. ഒരു കറുകമാലയോ അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലിയോ കഴിക്കുന്നതും തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതിനെ സഹായിക്കും. കഴിയുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും ഒരു ദാനമായി നൽകുക.
അത് ഈ യോഗത്തിന്റെ ഗുണം വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നതാണ്. നാളെ ഒരു ചെറിയ മഞ്ഞ ടവലോ അതല്ലെങ്കിൽ മഞ്ഞ കലർന്ന ഏതെങ്കിലും വസ്ത്രമോ ധരിക്കുന്നതും വ്യാഴപ്രീതിക്ക് ഉത്തമമാണ്. അപ്പോൾ ഗജകേസരി യോഗം വരുന്നത് രാജതുല്യമായ ജീവിതമാണ് നാളത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുവാനും മുന്നോട്ടുള്ള സമയങ്ങളിൽ വന്നു ചേരാനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ വിനയം അത്യാവശ്യമാണ്. അതിലുപരി ഈശ്വര ചിന്ത കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫലം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഈ രണ്ടാമത്തെ നക്ഷത്രം മകമാണ്. മക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം അതീവ ശുഭകരമായ ഒരു സമയമാണ് സംജാതമാകുന്നത്. വ്യാഴവും ചന്ദ്രനും കേന്ദ്ര സ്ഥാനങ്ങളിൽ പരസ്പരം ദൃഷ്ടി പദത്തിൽ വരുന്ന ഗജകേസരി യോഗം മക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. ആനയെ പോലെ കരുത്തും സിംഹത്തെ പോലെ തേജസ്സും ഫലമായി ലഭിക്കുന്ന ഒരു ദിവസം. പുണ്യയോഗം, ഭാഗ്യം എല്ലാം അനുകൂലമായി വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. മുടങ്ങിപ്പോയെന്ന് കരുതിയ ധനമൊക്കെ കൈവശം വന്നു ചേരുന്നതിന് ഭാഗ്യം കാണുന്നുണ്ട്. പുതിയ നിക്ഷേപങ്ങൾക്കോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾക്കോ ഒക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുയോജ്യമായി വിനിയോഗിക്കാൻ കഴിയുന്നതാണ്. ജോലി സ്ഥലത്തോ അതല്ലെങ്കിൽ ബിസിനസ്സിലോ നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരം, പദവി ഇതൊക്കെ വന്നു ചേരും. മേലധികാരിയിൽ നിന്നും മുതിർന്നവരിൽ നിന്നുമൊക്കെയുള്ള ഒരു പിന്തുണ, മുതിർന്നവരിൽ നിന്നുള്ള പിന്തുണ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പിന്തുണ ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യം, സമാധാനം നിറയും. സന്താനങ്ങളുടെ കാര്യത്തിന് മനസ്സിൽ എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ശുഭവാർത്ത ശ്രവിക്കുവാൻ ഭാഗ്യമുണ്ടാകും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തളർത്താൻ നോക്കുന്ന ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ ഒരു തടസ്സങ്ങളെയൊക്കെ ഒരു സിംഹത്തിന്റെ മുന്നിൽപ്പെട്ട അല്ലെങ്കിൽ സിംഹം എങ്ങനെയാണ് ചാടി എല്ലാം തച്ചുടച്ച് വിജയം കണ്ടെത്തുന്നത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ധൈര്യത്തോടെ നേരിടാൻ സാധിക്കും. മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം ലഭിക്കുന്ന ദിവസം കൂടിയായിരിക്കും നാളെ. അപ്പോൾ ലക്ഷ്മി പ്രസാദം ഉണ്ടാകുമ്പോൾ, ഭഗവതി അമ്മയുടെ അനുഗ്രഹം വന്നു ചേരുമ്പോൾ വിനയമാണ് നമ്മൾ കൂടുതലായി വേണ്ടുന്നത്. ധനം ഒരുപാട് വന്നു ചേരുമ്പോൾ എത്രത്തോളം വിനയാന്വിതനാകാൻ പറ്റുമോ അത്രത്തോളം വിനയം ഉണ്ടാകേണ്ടതാണ്. വീട്ടിലെ പ്രായമുള്ളവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നാളെ രാവിലെ കുളിച്ച് ശുദ്ധിയായി അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ പോയി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നത് ഉത്തമമാണ്. പ്രത്യേകിച്ച് മകർ നക്ഷത്രക്കാർക്ക് പിതൃപ്രീതിയും ഗണപതി പ്രീതിയും എന്നും തുണയായി ഉണ്ടാകുന്ന ഒരു കൂട്ടര് കൂടിയാണ്. അപ്പോൾ മനസ്സിൽ എപ്പോഴും ഈശ്വര ചിന്ത ഉണ്ടായി മുന്നോട്ട് പോയാൽ ഈ ഫലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. മൂന്നാമത്തെ നക്ഷത്രം ഉത്രാടമാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, അത് വീട് പണിയാകാം അല്ലെങ്കിൽ വിവാഹ കാര്യമാകാം, എന്തുമാകട്ടെ അതിനൊരു തീരുമാനം വന്നു ചേരുക എന്ന ശുഭ യോഗം അല്ലെങ്കിൽ ശുഭ സമയമാണ് നാളത്തേത്. സാമ്പത്തികമായി നിലനിന്നിരുന്ന ആ ഒരു ഞെരുക്കമൊക്കെ മാറാനും അപ്രതീക്ഷിതമായി കൈവശം പണം വന്നു ചേരാനൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള ഒരു വഴി ദൈവികതയായി അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരും. ജോലി സ്ഥലത്ത് അംഗീകാരങ്ങൾ തേടിയെത്തും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ, സഹപ്രവർത്തകരുടെ സഹകരണം ഇതൊക്കെ നിങ്ങൾക്ക് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. മക്കളുടെ കാര്യത്തിലും അഭിമാനിക്കാൻ തക്കതായ വാർത്തകൾ കേൾക്കും. നിങ്ങളെ തളർത്താൻ നോക്കിയവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചു മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. വളരെ നല്ല സമയമായതിനാൽ തന്നെ പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരേപോലെ അത്യാവശ്യമാണ്. അടുത്ത നക്ഷത്രം പോരാടമാണ്. എവിടെ നിന്നില്ലാതെ കയ്യിലേക്ക് അല്പം പണം വന്നു ചേരാൻ യോഗം വഴിയൊരുങ്ങുന്ന ദിവസം കൂടിയാണ് നാളെ. തടസ്സപ്പെട്ട് കിടന്ന കുടിശ്ശികയോ അല്ലെങ്കിൽ ഭാഗ്യക്കുറി പോലെയുള്ള ഭാഗ്യങ്ങളോ നാളെ തേടിയെത്തുവാൻ, പൂരാട നക്ഷത്രക്കാരെ തേടിയെത്തുവാൻ ഭാഗ്യം കാണുന്നുണ്ട്. ജോലി സ്ഥലത്തായാലും ബിസിനസ്സിലായാലും എതിരാളികൾ നിഷ്പ്രഭരാകുന്ന ഒരു ദിവസം കൂടിയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചു പറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്കിടയിൽ വലിയ വിലയുണ്ടാകുന്ന ദിവസമാണ്. വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നതാണ്. ഒരു പ്രത്യേക ഊർജം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. പേടിയും സംശയവും ഒക്കെ മാറി എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ നാളെ ഒരു ഐശ്വര്യം നിലനിർത്താനായി രാവിലെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയോ അതല്ലെങ്കിൽ വിഷ്ണു ഭഗവാന് അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ ഒരു നെയ്വിളക്കോ തെളിയിക്കുന്നത് വളരെയേറെ ഉത്തമമായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ ഫലങ്ങളാണ് പൂരാടം നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം പൊതുവെ ഒരു മാറ്റമൊക്കെ ഉണ്ടാകുന്നതാണ്. കൂടാതെ ഗജകേസരി യോഗം കൂടി നിലനിൽക്കുന്നതിനാൽ നാളെ എടുത്തുചാട്ടം ഒഴിവാക്കി ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നൊരു പ്രത്യേകതയാണ്. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്ന ഒരു ദിവസമായിരിക്കും. ഇവിടെ ധനുരാശിയുടെ അധിപനായ വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനാൽ തന്നെ സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും. പുതിയ നിക്ഷേപങ്ങൾക്കോ അതല്ലെങ്കിൽ വസ്തു വാങ്ങുന്നതോ ഒക്കെയുള്ള ചർച്ചകൾക്കൊക്കെ തുടക്കം കുറിക്കാൻ സാധ്യമാകുന്ന അനുയോജ്യമായ ഒരു ദിവസമാണ് നാളെ.
ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ അറിയിപ്പുകൾ, ജോലിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരിയിൽ നിന്നും പിന്തുണയും പ്രശംസയും ഒക്കെ ലഭിക്കും. പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ